Welcome to my channel, Princey Unfiltered. ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണ് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ തംബ്നെയിൽ പറയണ പോലെ തന്നെ ഇന്നൊരു ക്രാഫ്റ്റിന്റെ വീഡിയോ ആണ്. അപ്പൊ ഞാൻ കുറെ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, കുറെ നാളെന്ന് വെച്ചാല് ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ലോങ് വീഡിയോ ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഏത് ഫിഷാണ്, ഏത് മീനാണ് കൂടുതൽ ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ. കാരണം ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു മീനുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിനു മുന്നേ നിങ്ങൾ ഈ കാണുന്ന മീനിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് കൂന്തള് അല്ലെങ്കിൽ സ്ക്വിഡ്. ഇത് ഇപ്പൊ സീസൺ ആണെന്ന് തോന്നുന്നു. കാരണം കുറച്ചു നാളായി ഞാനിപ്പം കടയിലൊക്കെ കാണുന്നു. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിഷ് ആണ് കൂന്തള്. കൂന്തൽ റോസ്റ്റ് അടിപൊളിയാ. അങ്ങനെ ദേ നമ്മള് കൂന്തളൊക്കെ നന്നാക്കിയിട്ട് കൂന്തലിനെ എടുത്ത് ചട്ടിയിലാക്കി. അതിനിടയിലേക്ക് കൊതി വന്നിട്ട് ഞാൻ 2-3 കഷ്ണം എടുത്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ കൂന്തലിനെ ചട്ടിയിലുമാക്കി. കൂന്തലിന്റെ നാവ് നമ്മൾ പെട്ടിയിലും ആക്കിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് കൂന്തളിന്റെ നാവ്. കാണാൻ പറ്റുണ്ടോ? ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. ഇതാണ് കൂന്തലിന്റെ നാവ്. മണമില്ല, കാരണം ഇത് ഞാൻ നന്നായി സോപ്പും വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് നന്നായി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയപ്പോ ഇതേപോലെ. ഇത് അധികം ബലത്തിലൊന്നും ഇടാൻ പറ്റില്ല, തൊട്ട അപ്പോഴേക്കും പൊട്ടിപ്പോവും. പൊട്ടിയാ ഇല്ല, 2 എണ്ണം ഉണ്ടായിരുന്നു അതിനുള്ളിൽ. സോ ഇതാണ് കൂന്തലിന്റെ നാവ്. അപ്പൊ ഇന്നത്തെ ക്രാഫ്റ്റ് ഈ ഒരു നാവ് വെച്ചിട്ടാ. നമുക്ക് ഇന്നിത് വെച്ചിട്ട് ഒരു കിടിലൻ കിണങ്ങാച്ചി ക്രാഫ്റ്റ് ചെയ്താലോ? ചെയ്യാം, ബാ. ഇനി വേണ്ടത് ഈ ഒരു ചുറ്റിക്കമ്പി വേണേ. ഈ ചുറ്റിക്കമ്പി നമ്മളുടെ എത്ര നാവുണ്ടോ അത്രേ എണ്ണം വേണം. ഞാൻ നാവ് എണ്ണി നോക്കിയില്ല, അതുകൊണ്ട് ഒരു 25 എണ്ണമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒരു 25 എണ്ണമൊക്കെ ഇപ്പോൾ വെട്ടാം. എന്നിട്ട് ഇനിയും വേണം തോന്നുകയാണെങ്കിൽ ബാക്കി വെട്ടാം. അപ്പൊ ചുറ്റിക്കമ്പി ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, വാവ്, റെഡ് വെൽവെറ്റ് ഐസ്ക്രീം. ഐസ്ക്രീം അല്ല, മെഴുകുതിരി. ഗ്ലൂഗൺ അല്ല, ഗ്ലൂ സ്റ്റിക്ക്. ഗ്ലൂഗൺ കളയ കാരണം എന്താ? ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കലാപരിപാടി. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഗ്ലൂഗൺ ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ ഉരുക്കി ഓരോ നാവുമ്പിലും തേച്ചിട്ട് അതിൻ്റെ കൂടെ ഓരോ ചുറ്റിക്കമ്പി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ കണ്ടില്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം. ഇതെന്താണെന്ന് ഉണ്ടാക്കാൻ പോണേന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ ഗ്ലൂഗൺ വെച്ച് ഓരോ കമ്പി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചു ഈ നാവ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എനിക്ക് മടി പിടിച്ചെല്ലാം കൂടെ അവസാനം വലിച്ചെറിഞ്ഞിട്ടിട്ട് ഞാൻ പോകുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. എനിക്ക് ഈ നാവ് ഇങ്ങനെ ഒട്ടിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ എല്ലാ നാവും ഇതേപോലെ കമ്പി ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമ്മുടെ അടുത്ത പരിപാടി പെയിന്റ് അടിക്കണം. ഈ ഒരു പച്ച കളറാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എല്ലാത്തിലും തുള്ളി പെയിന്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഓരോ നാവും നമ്മൾ വൃത്തിക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഈ കൂന്തളുടെ നാവ് ട്രാൻസ്പെറൻ്റ് ആയത് കാരണം നമുക്ക് ഒരു സൈഡിൽ മാത്രം വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചാൽ മതി. മറ്റേ സൈഡിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ പെയിന്റ് അടിക്കാൻ പറ്റേ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയ കാരണം ഇടയിൽ ഇങ്ങനെ ഒരു വര പോലെ ഡിസൈനും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂന്തളിന്റെ നാവില്ലേ, അത് ഫുള്ള് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങണം. ഇനി നമുക്കൊരു പാത്രം വേണം. ആദ്യം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത്. പക്ഷേ ഇത് കുറച്ച് വലുതായി പോയി. അപ്പം ഇത് വേണ്ട, വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. പഴയ പാത്ര കണ്ടില്ല, ആകെ തുരുമ്പൊക്കെ പിടിച്ച് ഇതിനൊന്നിനും കൊള്ളില്ല. പഴയ എന്തോ കറിപ്പാത്രാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളെടുത്ത പാത്രത്തിന് ഞാൻ ആദ്യം ബ്രൗൺ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പണ്ട് തൊട്ടേ ചെടിയൊക്കെ വെക്കുമ്പോഴുള്ള ഒരു ചട്ടിയുടെ കളറ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ പോലെ മോഡേൺ ആയിട്ട് വൈറ്റ് കളർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ കൊടുത്തേ. പക്ഷെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വൈറ്റ് കളർ കൊടുത്തപ്പം കണ്ടില്ലേ, ഒരു പെർഫെക്ഷൻ വന്നില്ല. അപ്പോൾ ഞാൻ ഒരു കഷ്ണം സ്പോഞ്ച് എടുത്തിട്ട് വൈറ്റ് കളറിൽ മുക്കിയിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ബബിൾസൊക്കെ ഇങ്ങനെ വന്ന കാരണം നല്ലൊരു സെറാമിക് പോട്ടിൻ്റെ ലുക്കും ഉണ്ടായിരുന്നു.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കംപ്ലീറ്റ് സ്പോഞ്ച് കൊണ്ട് തന്നെ കൊടുത്തു. അതിന്റെ ആ ഒരു ഡിഫറൻസ്, ബ്രഷ് വെച്ചും സ്പോഞ്ച് വെച്ചുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ? ഈ സംഭവം എന്താന്ന് മനസ്സിലായോ? ഇതാണ് ഒയാസിസ്. കണ്ടിട്ടുണ്ടാവും, നമ്മൾ പൂവൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കണ ആ ഒരു സ്പോഞ്ച് ടൈപ്പ് സാധനമില്ലേ, അതാണ് ഈ ഒയാസിസ്. ഇത് നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് ആ ഒരു പാത്രമില്ലേ അതിനകത്തേക്ക് കുത്തി നിറച്ച് സെറ്റാക്കി കൊടുക്കുക. ഇതേപോലെ കണ്ട ഫുള്ളായിട്ട് കുത്തി നിറച്ച് കൊടുക്കണേ. ഇതേ നമ്മുടെ കൂന്തലിന്റെ നാവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചു. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കുത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ കൂന്തലിന്റെ നാവ് ഫുള്ള് അതിനകത്തേക്ക് കുത്തി കൊടുത്തേ. ചെറുതും വലുതും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനുള്ള പോലെ തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. കൂന്തലിന്റെ നാവിന് ഓൾറെഡി ഇങ്ങനെ വളവൊക്കെ ഉള്ള കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ദേ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് നല്ല രസമില്ലേ കാണാൻ? ഇത് ശരിക്കും എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു നാവ്, കൂന്തലിന്റെ നാവ് നമ്മൾ എല്ലാരും വലിച്ചെറിയുന്നതല്ലേ, അത് വെച്ച് ഇത്രയ്ക്കൊരു നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഇലയൊക്കെ കണ്ടിട്ട് ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. ഈ നമ്മുടെ ലക്കി ബാമ്പു ഒക്കെ ഇല്ലേ വീട്ടിൽ വെക്കുന്നത്, അതിന്റെ ഒരു അപരനായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആ ഒരു പോട്ടിന് വൈറ്റ് പെയിന്റ് അടിച്ചപ്പോഴാണ് തോന്നുന്നു ഒന്നും കൂടെ ലുക്കായത്. ഗ്രീൻ ആൻഡ് വൈറ്റ് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ജെന്യുവൻ ആയിട്ട് തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. എന്നിട്ട് അടുത്തത് ഏത് വീഡിയോ, എന്ത് ക്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് ചെയ്യണേ. അപ്പം ഇനിയും ഇതുപോലെ ഒരു നല്ല അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ പിന്നെ കാണാം. ബൈ.